അങ്ങനെ നമ്മള് ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ പമ്പയിലോട്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി പമ്പയിൽ കുളിക്കാൻ പോകും. അരുമ ഗുണം ചേട്ടാ എനിക്ക് കിടന്നു. അങ്ങനെ പമ്പയിൽ കുളിച്ചു കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഭസ്മൊക്കെ ഇട്ട് മുണ്ടൊക്കെ കൊടുത്ത് ഇപ്പോൾ നേരെ ശബരിമലയിലോട്ട് നടക്കാൻ ഇറങ്ങും. ഓക്കെ, അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞു. ഇനി നേരെ ശബരിമലയിലോട്ടാണ്. അപ്പോൾ ഇനി അവിടുത്തെ യാത്രകൾ കാണിച്ചു തരാം. ഓക്കെ, ശരിയാണ്. ഗൈസ്, ഞങ്ങളങ്ങനെ പമ്പയിൽ വന്നു, കുളിച്ചു, എല്ലാം റെഡിയായി. ഇനി നമ്മൾ ശബരിമലയ്ക്ക് നടക്കാൻ പോവാണ്. അപ്പോൾ ഇനി മല കയറിയിട്ട് കാണാം അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി ഇറങ്ങുവാണ് പമ്പയിൽ നിന്ന്. ശബരിമലയിൽ വെച്ച് കാണാം. ഓക്കെ, അങ്ങനെ അകത്തോട്ട് കയറുവാണ്. ടിക്കറ്റ് കാണിക്കാനായിട്ട് നിൽക്കുക. ഇത് കാണിച്ചിട്ട് അകത്ത് കയറണം. ഓക്കെ, നമ്മളങ്ങനെ അകത്ത് കയറി. അപ്പോൾ പമ്പയിൽ നിന്ന് നമ്മൾ നേരെ ശബരിമല കയറാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇവിടെ നിന്ന് ശബരിമലയിലോട്ട് നടക്കണം. ഇവിടെ നിന്ന് നടന്ന് നേരെ ശബരിമലയിൽ പോയിട്ട് പിന്നെ അവിടെ തൊഴണം. ഓക്കെ, ഇനി ബാക്കിയുള്ളവരും കൂടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. രമേശേട്ടൻ മല കയറാൻ പോകണം. എക്സൈറ്റഡ് ആണോ? എക്സ്പീരിയൻസ് അല്ലേ, എക്സൈറ്റഡ് ആണോ? ക്ഷീണമില്ലാതെ പോകും. അപ്പോൾ രമേശേട്ടൻ ഫുൾ ഫോമിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ശബരിമല കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും ടിക്കറ്റ് കാണിച്ച് ഇറങ്ങുവാണ്. അപ്പോൾ ഇനി ശരണം വിളിച്ച് അങ്ങനെ നേരെ ശബരിമല കയറാൻ പോവാം. ഓക്കെ, അങ്ങനെ നടന്നപ്പോൾ ശബരിപീഠം എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. നടന്ന് തന്നെ ആരോ പറഞ്ഞ പോലെയായിരുന്നു. ഫുള്ള് നടന്ന് വയ്യാണ്ടായതായിരുന്നു. അതുകൊണ്ട് വീഡിയോസ് ഒന്നും അധികം എടുത്തിട്ടില്ല. എന്നാലും ഞങ്ങൾക്ക് കുറേ ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ അതൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ശബരിപീഠം വരെ എത്തിയിട്ടുണ്ട്. ഇനിയും നടക്കാനുണ്ട്. ഓക്സിജൻ്റെ ലെവൽ എത്രയാണെന്ന് നോക്കി കണ്ടോ, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് ശബരിപീഠം എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും
സുരിച്ചേട്ടനാണ് വിഷയം. സുരിച്ചേട്ടൻ അവിടെ നിക്കണ പോലും ഇല്ല. അങ്ങനെ നടന്ന് പറന്നു പോവാ സുരിച്ചേട്ടനൊക്കെ. കുട്ടൻചേട്ടനൊക്കെ അവിടെ എത്തിണ്ടാവൂലേ. അപ്പൊ നമ്മളങ്ങനെ നടന്ന് ശബരിപീഠം എത്തിണ്ട്. അപ്പൊ ഇവിടുന്ന് ചെറുതായിട്ട് വെള്ളമല്ല ഇതൊക്കെ കുടിച്ചിട്ട് ഇവിടുന്ന് പോകാനാണ്. കുട്ടൻചേട്ടനെ അവരൊന്നും കാണാനില്ല, അവരൊക്കെ അങ്ങ് പോയെന്നാ തോന്നുന്നത്. അപ്പൊ നമ്മുടെ ബാക്കിലും ആൾക്കാരുണ്ട്. ബാക്കിൽ ഇനിയും കുറെ പേര് വരാനുണ്ട്. നമ്മുടെ കൂടെ ഉള്ളവര് അവരൊക്കെ വരും. നമ്മള് മെല്ലെ മെല്ലെ നൈസായിട്ട് നടക്കുക. ഇനിയെങ്കിലും സുരിച്ചാട്ടൻ്റെ ഒപ്പം പിടിക്കണം എന്നാണ് എൻ്റെ പ്ലാൻ. നോക്കട്ടെ. ഓക്കെ. അപ്പം ഇനി അടുത്ത എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഞാൻ വീണ്ടും ഒരു ക്ലിപ്പ് ഇടാം. ഇത് കണ്ടോ ഇപ്പം നടക്കുന്നുണ്ട്. ഈ ഒരു ഇതുപോലെ ഫ്ലാറ്റ് സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ഒരു ഫ്ലോ പിടിച്ചങ്ങ് നടന്നു പോകും. പക്ഷെ ഇതുപോലെ ഫ്ലാറ്റ് അല്ല. കയറി വരുമ്പോണ്ടല്ലോ ഫുള്ള് കുന്നാന്ന് പറഞ്ഞാൽ നല്ല കുന്നാണ്. കാലൊക്കെ കയറ്റി വെച്ച് തരണം. അതുപോലത്തെ കുന്ന് കയറാൻ എനിക്ക് പാടും. ഇതുപോലത്തെ ഫ്ലാറ്റിന് ഒരു ഫ്ലോയിൽ പോവായിരുന്നു. നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ അറിയാം, കയറിയതിൻ്റെ സൗണ്ട് വരെ പോയി. സംസാരിക്കുമ്പോൾ സൗണ്ട് പോലും പുറത്തു വരുന്നില്ല. സൗണ്ട് പുറത്തെടുക്കാനുള്ള എനർജി പോലും എൻ്റെ വായിലില്ല. അമ്മാതിലുള്ള ഒരു നടത്തമാണ്. ഇതുപോലെ കാണുന്നുണ്ടെങ്കിൽ ഒരു ഫ്ലോ പിടിച്ച് നമുക്കങ്ങ് പോകാം. പക്ഷെ കുന്ന് കയറുമ്പോഴാണ് നമുക്ക് പ്രശ്നം. പക്ഷേ സാരമില്ല, നമ്മൾ ശബരിമല എത്തിയിരിക്കും. എങ്ങനെയായാലും ശരണം പിടിച്ചാൽ ശബരിമല എത്തി അയ്യപ്പനെ കണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ അയ്യപ്പനെ കണ്ടിരിക്കും. വീഡിയോയാ കയറ്റം തൊട്ടാ ഞാൻ ആ കയറ്റം കയറി വായി കൂടെ സൗണ്ട് പോലും വരുന്നില്ല. പിന്നെ എന്താ എന്താ ഇല്ല ഇങ്ങനെ അതല്ലേ ചേട്ടാ സുരിച്ചേട്ടാ നമ്മളങ്ങനെ കോത്തിനെ കണ്ടു. അപ്പൊ നമ്മള് നടന്ന് എവിടെ എത്തി? അമ്മീയപ്പ ആ വെറുതെ വേണ്ട സുരിച്ചേട്ടാ, തമാശ കളിക്കില്ലേ? എന്താ നോക്ക് ഉണ്ടാ സ്വാമി വേണ്ടാട്ടാ. കേറി വരും, കൂടെ വരും അങ്ങ്. സ്വാമി ആ അതിന്റെ പരിചയമാണെന്ന്. മരംകുട്ട വഴിയാണത്. അപ്പൊ നമ്മള് നടന്ന് മരംകുട്ടം വഴി എത്തിയിട്ടുണ്ട്. ശരംകൊത്താൻ പോകണല്ലേ? നമ്മള് കന്യാസമയത്തുകൊണ്ട് ഈ ശരം എൻ്റെ അടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ശരം കുത്താൻ വേണ്ടിയിട്ട് മരംകൂട്ടം വഴി പോവാണ്. അപ്പൊ നടന്ന് നമ്മളവിടെ എത്തും. ഓക്കെ, അവിടെ എത്തിയിട്ടുണ്ട്. അയ്യപ്പനെ കാണാൻ ഇനി 1 കിലോമീറ്റർ 400 മീറ്റർ ഉള്ളൂ. നമ്മൾ അയ്യപ്പനെ അടുത്തെത്താറായി. അയ്യപ്പനെ കണ്ടിരിക്കും. ശരണം വിളിക്കണമെന്ന് മീറ്റർ ഉള്ളൂ അല്ലേ? ആ ശരംകുത്തിയാലെവിടെയാ നടന്ന ശരംകുത്തി കുറച്ച് ദൂരമുള്ള ഇനി അയ്യപ്പനെ കാണാൻ അല്ലേ?
ഇനി ഒരു 500 മീറ്ററും കൂടി ഉള്ള അയ്യപ്പന് നമ്മളെത്തി. ശരംകുത്തിയാലെത്തി. ഇവിടെ തേങ്ങ ഉടയ്ക്കണം. അവിടെ ശരംകുത്തിന് അവിടെ 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 കുത്തി വെച്ചാൽ മതിയോ? സ്വാമിയെ കാണാൻ 600 മീറ്റർ ഉള്ളൂ. ശരണമയ്യപ്പ സ്വാമിയേ സ്വാമിയേ അയ്യപ്പ 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 അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ 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 അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ.